ഹായ് ഗായ്സ്, ബർത്ത്ഡേ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടി ഇപ്പോഴാണ്. അതാണ് വീഡിയോ ലേറ്റ് ആയത്. സഫക്കുട്ടിയുടെ ബർത്ത്ഡേ ആദ്യമായിട്ടാണ് ഞങ്ങൾ പുറത്തുപോയി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെയും രണ്ടാമത്തെയും ബർത്ത്ഡേ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതലും നൈറ്റാണ് മക്കളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇക്ക വരുന്നത്, വർക്കൊക്കെ കഴിഞ്ഞ് വരുന്നത് രാത്രിയാണ്. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു പുറത്തുപോയി കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ട് എവിടെ പോകണം എന്നുള്ളതിന് ഒരു ഡിസിഷനും എടുത്തില്ലായിരുന്നു. ആദ്യം എന്തായാലും ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെയാണ് സഫക്കുട്ടിയുടെ കേക്ക് ഇരിക്കുന്നത്. അവിടെ ചെന്ന് അവരെയും വിളിച്ചുകൊണ്ടായി പിന്നെ നമ്മുടെ യാത്ര. എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തീരുമാനിച്ചത് ട്രിവാൻഡ്രത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ലുലു മാൾ കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് അവിടെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. നമുക്ക് കേക്ക് കട്ടിങ്ങിന് തിരക്കില്ലാത്തൊരു സ്ഥലത്ത് പോയി ഇരുന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കൊണ്ട് അവിടെ ഒന്നും ഇറക്കിയില്ല. നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല. നമ്മൾ നേരെ ശംഖുമുഖം ബീച്ചിലേക്കാണ് പോയത്. അപ്പോൾ ശംഖുമുഖം ബീച്ചാകുമ്പോൾ നമുക്ക് തിരക്കില്ലാതെ, റഷൊന്നുമില്ലാതെ നല്ലതുപോലെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കേക്ക് കട്ടിങ് ചെയ്യാമല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ശംഖുമുഖം ബീച്ചിലേക്ക് പോയി. അവിടെ ചെന്ന് നല്ല സ്വസ്ഥമായിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശംഖുമുഖം ബീച്ചിലെത്തിയതിന് ശേഷം കേക്ക് നമ്മൾ ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ കുറേയൊക്കെ അലിഞ്ഞു പോയിരുന്നു. അത്രയും നേരം നമ്മൾ അവിടെ നിന്ന് വന്ന വഴി മൊത്തം കേക്ക് കൊണ്ടുവന്ന വഴിക്ക് അലിഞ്ഞതായിരുന്നു. എന്നാലും കുട്ടികൾ സന്തോഷത്തോടെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. 4 പേരും ഒരുമിച്ച് ഇന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷത്തോടെ കേക്കൊക്കെ കട്ട് ചെയ്യാണ്. സഫക്കുട്ടി ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർക്ക് കൊടുത്തു. തമ്മിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ വിശപ്പിൻ്റെ അലാറം അപ്പോഴേക്കും അടിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഷിഫാൻ നടന്നു പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ തട്ടുകടയിൽ നിന്നായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അല്ല, നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം കുമാർ കഫേ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് കയറിയത്. അവിടെ ചെന്നപ്പോഴോ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ സീറ്റൊക്കെ ഒപ്പിച്ചു നമ്മൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഷിഫാനും സഫയൊക്കെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് അത്ര തോന്നിയ നേരം വെയിറ്റ് ചെയ്തില്ല, എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ സഫക്കുട്ടി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് ഫുഡ് വരാൻ വേണ്ടി. അങ്ങനെ ഫുഡൊക്കെ വന്നു. ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും നൂഡിൽസും ഇടിയപ്പവും ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഏത് ഭക്ഷണമാണോ അതൊക്കെ കഴിച്ചു. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. ഫുഡിൻ്റെ ബില്ലൊക്കെ അടച്ച് നമ്മൾ തിരിച്ചു വന്നു. വണ്ടി കയറിയപ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. സഫക്കുട്ടി വണ്ടി ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോയി. അങ്ങനെ സഫക്കുട്ടിയുടെ 3rd ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ ആഘോഷിച്ചു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.